അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ കറ്റാർവാഴ കുഴിച്ചിടൽ. കറ്റാർവാഴ ആണ്ടോ ഡ്രമ്മ് കവറുകൾ എല്ലാം സെറ്റാക്കി നമ്മൾ ഇന്നത്തെ പരിപാടി അതാണ്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി എടുത്തുള്ള ബെല്ലേക്ക് അടിക്കാൻ മറക്കരുത്. ഇനി FBയിലാണ് കാണുന്നത് വെച്ചാൽ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി നല്ല നല്ല വീഡിയോകൾ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളില്ല, 4 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിൽ നല്ലൊരു വീടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കോട്ടാണെങ്കിൽ നമ്മളെ കോഴിൻ്റെ ഷെഡ്. അപ്പോൾ മുറ്റത്ത് സ്ഥലമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വാർപ്പിൻ്റെ മുകളിൽ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മളെ ലോകം. വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് നമ്മളെ ലോകം. അപ്പോൾ ഇവിടെ വരിക, നമ്മൾ പരിചരിക്കുക, അങ്ങനെ പോവുക. അതേമാതിരി നമ്മളെ കോഴികളുടെ അടുത്തേക്ക് അതിൻ്റെ ഇറങ്ങുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇതായിരിക്കും നമ്മളെ കണ്ടൻറ്റുകൾ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ കുഴിച്ചിട്ട് കേട്ടോ, ഇതൊക്കെ നമ്മളൊരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ കുഴിച്ചിരുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുഴിച്ചിടുന്നതിൻ്റെ കാരണമുണ്ട്. അതായത് നമുക്ക് ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പയറോ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കയോ എന്തെങ്കിലുമൊക്കെ ചീരയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വാർപ്പിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് സ്ഥലമുള്ളൂ. അതായത് ബാക്കി നമുക്ക് നിലത്ത് അതിന് മാത്രം സ്ഥലമില്ല. യൂസ് ചെയ്യാൻ ആപ്പാടെ 4 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് ഇതേമാതിരി ചെയ്യാം. ഇത് നമ്മളെ പേരക്കൻ്റെ കേട്ടോ. ഇത് നല്ല നമ്മൾ കാലിന് പരിക്ക് പറ്റി കിടന്ന സമയത്ത് നോക്കാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒക്കെ ഉണങ്ങിപ്പോയി. ഇപ്പോൾ അതാ രണ്ടാമത് തെഴുത്ത് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് പോയി. ഇപ്പോൾ ഇവിടെ ഇതിൽ നല്ലൊരു തെഴ് വരുന്നുണ്ട്, 2-3 തെഴുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റായിക്കോളും. അതാണ്ടോ ഇവിടെയൊക്കെ വന്നിക്കണ് പുതിയത്. അപ്പോൾ അതേമാതിരി ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ വരെ ഉള്ള ആയിട്ടുണ്ട്. അപ്പോൾ ചാക്കുകളിലാണ് നമ്മൾ കറ്റാർവാഴ വെച്ചത്. എന്താ വെച്ചാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ഈ ചാക്ക് ഇതേമാതിരി പൊട്ടിപ്പോവും. ഏറി കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അത്രേ കിട്ടുള്ളൂ. മാക്സിമം പോയ 1 വർഷം ഈ ഒരു വെയിലും മഴയൊക്കെ കൊള്ളുമ്പോഴത്തേന് ഇതേമാതിരി നുരുമ്പി പോവും. കണ്ടോ, എല്ലാ ചാക്കും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചാക്കൊക്കെ ഒഴിവാക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ചാക്കിൻ്റെ പുറത്ത് കൂടിയാണ് ഈ തെഴുവൊക്കെ വരുന്നത്. അപ്പോൾ ഇതേമാതിരിയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക കറ്റാർവാഴൻ്റെ. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇതെന്നൊക്കെ പറിച്ചിട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോപ്പുകളിൽ ഈ ആയുർവേദിക്കിൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ ഇരുന്നു, അതൊക്കെ ഫുള്ള് വൃത്തിയാക്കി. ഇപ്പോൾ ഇതാ ഈ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഇടാണ്ട്. അതേമാതിരി ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടണം കൃഷിയായിട്ട്. ചീര ഇതിലിട്ടുണ്ട്, ചീര ഉണ്ട് ഓൾറെഡി. നമുക്ക് ഇവിടെ പല സ്ഥലത്തും ഉണ്ട്, ചീര ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കരിവേപ്പാണ്. കരിവേപ്പ് മൊത്തം കേടുന്ന് പോയിനി. ഇപ്പോൾ രണ്ടാമതും നമ്മളിങ്ങനെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മണ്ണ് അതാണ്. അപ്പം ആരാ ഇതൊക്കെ നോക്കുന്നത്? ഇജിയോ കള്ളത്തരം പറയല്ലടാ ചക്ക. ആരാ നോക്കാറിതൊക്കെ? ഓക്കെ, അപ്പോൾ അത് ശരി കേട്ടോ, പകുതിയൊക്കെ ശരിയാ. എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വരും. അതേമാതിരി ഇത് അവിടെയൊക്കെ ഉണ്ട് കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്തായിരുന്നു. ഈ അലകും കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം എന്താ പറയുക കേട് വന്നിരിക്കണം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് ഒന്ന് റെഡിയാക്കണം. അതേമാതിരി മുളകിൻ്റെ ഉണ്ട്, ഇതൊക്കെ ഇവിടെയൊക്കെ ഏകദേശം ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ അതൊക്കെ കാലൊക്കെ പോയി, നമ്മൾ വീണോട് കൂടി ഇതൊക്കെ കേട് വന്ന്. അപ്പം ഇനി അതൊക്കെ സെറ്റാക്കണം. ഇനി കയറാനുള്ള സ്റ്റെപ്പ് അതാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവന് കയറാൻ ലേശം ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടം കാണാം. ഇതാണ്ടോ, ഇതിൽ ഫുള്ള് ചീര പാകിയിട്ടുണ്ട്. നമ്മളെ പഴയ മുളക് തന്നെയാണ് ഇത്. ഇടയ്ക്ക് വൈഫ് കയറിയിട്ട് ഇതൊക്കെ നനച്ച് കൊടുക്കലുണ്ട്. ഇതൊന്നൊരു വെറൈറ്റി നീല മുളകാണ്. അപ്പോൾ ഇതിലിപ്പോൾ കായ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ കേട്ടോ ജസ്റ്റ്. ഇതാ ഇപ്പോൾ കായ ഉണ്ട്, അതാ ഒരു കായ കണ്ടോ, അതിനൊരു പഴുത്ത 2 ഉണ്ട്. പിന്നെ ഇതിൽ മുളകാണ്, മറ്റേ അങ്ങാടി മുളക്. ഇതിലും കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേ കായൊക്കെ പറിച്ചതാ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇതുള്ളത്. പിന്നെ അതാ ഇവിടെയൊക്കെ ഫുള്ള് റെഡിയാക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാ ഇവിടെയൊക്കെ നമ്മളെ കറ്റാർവാഴൻ്റെ ഇത് തന്നെയാണ് മൊത്തം. ഇതൊക്കെ നമുക്ക് ഫുൾ ക്ലിയറാക്കി നല്ല വൃത്തിയാക്കി ഫുള്ള് ചെയ്യണം. അപ്പോൾ ഇതേമാതിരി കേട്ടോ ഈ ഒരു ഭംഗിക്ക്. അതേമാതിരി ഇവിടെ ഒരു ലൈനും കൂടി ഇങ്ങനെ ഉണ്ട് പോകും കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഡ്രമ്മോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പോവും. അങ്ങനത്തെ ഓരോ വെറൈറ്റികൾ ഉണ്ടാവും. ഓക്കെ.